ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തിരുവചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഈ 5-ാം ദിവസവും രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായം 2-3 വാക്യങ്ങളെ ആധാരമാക്കി ചിന്തകൾ പങ്കുവയ്ക്കുവാൻ കൃപ നൽകുന്ന കർത്താവിന് നന്ദി പറയുന്നു. നയമാന്റെ വീട്ടിലെ വേലക്കാരിയായ ഈ ചെറിയ പെൺകുട്ടിയിൽ കാണുന്ന 3 ക്രിസ്തീയ നന്മകൾ മാത്രമാണ് ഇതുവരെ നാം ചിന്തിച്ചത്. അവ ദൈവദാസന്മാരോടുള്ള ബഹുമാനം, ദൈവവചനത്തോടുള്ള സ്നേഹം, സാമാന്യ ബുദ്ധി എന്നിവയായിരുന്നു. 3-ാം വാക്യം നമുക്കിന്നും വായിക്കാം. അവൾ തന്റെ യജമാനത്തിയോട്, യജമാനൻ ശമര്യയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്നു ചെന്നെങ്കിൽ അവൻ അവന്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ഈ വാക്യത്തിലെ ഒരു പ്രയോഗം ഇങ്ങനെയാണ്: കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കും. യജമാനന്റെ രോഗം മാറണം എന്നുള്ള അവളുടെ ആഗ്രഹമാണ് ഈ പ്രയോഗത്തിലൂടെ പ്രകടമാകുന്നത്. അക്കാലത്ത് കുഷ്ഠരോഗം ഇന്നത്തേക്കാൾ സർവ്വസാധാരണമായിരുന്നു. ഒരു കുഷ്ഠരോഗിയും തന്റെ കുടുംബവും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ വളരെയധികമാണ്. സാമാന്യ ബുദ്ധിയുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അവൾ അത് മനസ്സിലാക്കി. അത് കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചുവല്ലോ. അവരുടെ അവസ്ഥ മനസ്സിലാക്കി എന്നത് മാത്രമല്ല, അവരോട് സഹതാപം കാണിപ്പാനും അവൾക്ക് കഴിഞ്ഞു എന്നതാണ് ഈ വാചകത്തിൽ പ്രകടമാകുന്ന അവളുടെ മറ്റൊരു ഗുണം. ഷീ ഹാഡ് സിമ്പതി ഓൺ അതേഴ്സ്. സഹതാപം ഒരു ക്രിസ്തീയ നന്മയാണ്. കൂടെ തപിക്കുക അഥവാ കൂടെ ദുഃഖിക്കുക എന്നതാണ് ഈ വാക്കിന്റെ അർത്ഥം. അവസ്ഥ മനസ്സിലാക്കുക എന്നതും കൂടെ ദുഃഖിക്കുക എന്നതും 2 വ്യത്യസ്ത കാര്യങ്ങളാണ്. മറ്റുള്ളവരുടെ അവസ്ഥ മനസ്സിലാക്കുവാൻ ചിലപ്പോഴൊക്കെ സാമാന്യ ബുദ്ധി മാത്രം മതിയാകും. അത് മനസ്സുകൊണ്ട് ചെയ്യാവുന്നതാണ്. എന്നാൽ കൂടെ ദുഃഖിക്കുക എന്നത് ഹൃദയം കൊണ്ട് മാത്രം ചെയ്യാനാകുന്ന ഒരു കാര്യമാണ്. പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ വിശ്വാസികൾ സഹതാപമുള്ളവരായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സഹതാപം എന്ന വാക്കിന്റെ അർത്ഥം ഫെലോ ഫീലിംഗ് എന്നതാണ്. അതായത് കൂടെയുള്ളവന്റെ ഫീൽ എന്താണോ അത് തന്നെ ഫീൽ ചെയ്യുക. തന്റെ യജമാനത്തിയുടെ ഫീൽ അവൾ മനസ്സിലാക്കിയിട്ടുണ്ടാകാം. കഷ്ടതകളിലൂടെ കടന്നു പോകുന്ന വിശ്വാസികളാണ് പത്രോസിന്റെ വായനക്കാർ. യഥാർത്ഥത്തിൽ അവരാണ് സിമ്പതി അർഹിക്കുന്നവർ. കഷ്ടത അനുഭവിക്കുന്നവരാണെങ്കിലും അതിന്റെ നടുവിൽ വിശ്വാസികൾ സഹതാപം കാണിക്കേണ്ടവരാണ്. നമുക്ക് പ്രയാസങ്ങളില്ലാതിരിക്കുമ്പോൾ മാത്രം മറ്റുള്ളവരോട് തോന്നേണ്ട ഒരു മനോഭാവമല്ല സഹതാപം. അടിമത്തം എന്ന കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ഈ ചെറിയ പെൺകുട്ടി സഹതപിക്കപ്പെടേണ്ടവളാണ്. പക്ഷേ ഇവിടെ അവൾ സഹതപിക്കുകയാണ് ചെയ്യുന്നത്. എബ്രായ ലേഖനം 4-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് സഹതാപം കാണിക്കുന്നവനാണെന്ന് വായിക്കുന്നുണ്ടല്ലോ. സഹതാപം കാണിക്കുന്നതിൽ കർത്താവ് നമുക്ക് ഒരു ഉത്തമ മാതൃകയാണ്. കർത്താവ് കഷ്ടം അനുഭവിക്കുന്ന സമയത്ത് തന്റെ കഷ്ടതകളിൽ ആരെങ്കിലും തന്നോട് സഹതാപം കാണിക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. എന്നാൽ ആർക്കും തന്നോട് സഹതാപം തോന്നിയില്ല. നാം സഹതാപം ആഗ്രഹിക്കുന്ന സമയത്ത് സഹതപിക്കപ്പെടുന്നില്ല എങ്കിലും നമ്മൾ മറ്റുള്ളവരോട് സഹതാപം കാണിക്കേണ്ടവരാണ്. സഹതാപം കാണിക്കുന്ന കാര്യത്തിൽ എബ്രായ വിശ്വാസികൾ കർത്താവിനെ മാതൃകയാക്കിയിരുന്നു എന്ന് എബ്രായ ലേഖനം 10-ാം അധ്യായം 34-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. ക്രിസ്തീയ വിശ്വാസികളായ നാം പരസ്പരം പ്രകടമാക്കേണ്ട ഒരു മനോഭാവമാണ് സഹതാപം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 32-ാം വാക്യത്തിൽ പൗലോസ് ഇത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചുറ്റുപാടുകളിൽ സഹതാപം അർഹിക്കുന്ന എത്രയോ ആളുകളെ സാമാന്യ ബുദ്ധി കൊണ്ട് നാം തിരിച്ചറിയുന്നുണ്ട്. പ്രായമായവർ, ഒറ്റപ്പെട്ടു പോയവർ, രോഗികൾ, ആശ്രയിക്കാൻ ആരുമില്ലാത്തവർ, പരാജയപ്പെട്ട് നിരാശയിലായിരിക്കുന്നവർ, ഇങ്ങനെ പല നിലകളിൽ പ്രയാസപ്പെടുന്നവർ നമുക്ക് ചുറ്റുമില്ലേ?
ഇവരെ തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ അടുത്തതായി നാം ചെയ്യേണ്ടത് അവരോട് സഹതാപം കാണിക്കുക എന്നതാണ്. അവരോട് ഒരു ഫെലോ ഫീലിംഗ് നമുക്കുണ്ടാകണം. ഈ പെൺകുട്ടി തനിക്ക് സഹതാപം ലഭിക്കാത്തപ്പോഴും മറ്റുള്ളവരോട് സഹതാപം കാണിച്ചു. അതുകൊണ്ട് ഈ ചെറിയ പെൺകുട്ടി നമുക്കൊരു പ്രചോദനം തന്നെയാണ്. സഹതാപം എന്ന ക്രിസ്തീയ നന്മ വെളിപ്പെടുത്തുന്നവരായി ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ ചെറിയ ബാലികയുടെ മാതൃകയാക്കാൻ കഴിയുന്ന മറ്റൊരു ഗുണം കർത്താവ് അനുവദിച്ചാൽ നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. ദൈവനാമം മഹത്വപ്പെടട്ടെ.